വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. വെള്ളാഞ്ചേരി സ്വദേശി രാജുവാണ് മരിച്ചത്. കാട്ടാനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ രാവിലെയാണ് രാജുവിനെ ആക്രമിച്ചത്. മാനന്തവാടി MLA ചർച്ചയ്ക്ക് വിളിച്ചില്ലെന്നും ജില്ലാ കലക്ടർ സ്ഥലത്തെത്തണമെന്നും ആവശ്യപ്പെട്ട് CPM പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അടിയന്തരമായി എത്താനും വിഷയങ്ങൾ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനല്ലേ. അപ്പോൾ അതിനനുസരിച്ച് അവരെന്താ വരാൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ്? ഇവിടെ വന്ന് ചർച്ച ചെയ്യാൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ്? അത് ജില്ലാ ഭരണകൂടത്തിന്റെ ആളുകൾ വരണം. അതാണ് അടിയന്തരമായി വേണ്ടത്. അതോടൊപ്പം തന്നെ ചർച്ചയ്ക്ക് ആവശ്യമായി ജില്ലാ ഭരണകൂടത്തിന്റെ ആളുകൾ വളരെ പെട്ടെന്ന് വരട്ടെ. മന്ത്രിമാർ ഉടനെ തന്നെ പിന്നീട് വരാൻ വേണ്ടി തയ്യാറാണ്. കളക്ടർ ഉൾപ്പെടെ വരട്ടെ. ജില്ലാ ഭരണകൂടത്തിന്റെ ആളുകളല്ലേ. കളക്ടർ ഉൾപ്പെടെ അടിയന്തരമായി വരട്ടെ. അതല്ലേ ചെയ്യേണ്ടത്. എന്നാലല്ലേ കൃത്യമായ ഒരു ഉറപ്പ് നൽകാൻ പറ്റുള്ളൂ. ഉറപ്പ് മാത്രം പോരാ, നഷ്ടപരിഹാരം ഉൾപ്പെടെ ഇന്ന് തന്നെ കൈമാറുന്ന നിലയുണ്ടാവണം. ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇതിനു മുമ്പ് എത്ര മണിക്കൂർ ഈ പല പ്രദേശത്തും ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടത്തിലൊക്കെ എന്താ ചെയ്തത്? കൃത്യമായി സർക്കാർ ഇടപെട്ടു. മന്ത്രിമാർ വന്നു, ജില്ലാ ഭരണകൂടത്തിന്റെ ആളുകൾ വന്നു, അടിയന്തരമായി പരിഹരിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിച്ചു. അതല്ലേ ഉണ്ടായത്. ഇവിടെ ഇപ്പം എന്താ 2 ആഴ്ചക്കുള്ളിലാണ്. നമ്മുടെ ജില്ലയിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? 2 ആഴ്ചക്കുള്ളിൽ 2 പേർ മരിച്ചിരിക്കുന്നു. ആദ്യമായിട്ടുണ്ടായ ഒരു സംഭവമല്ല ഇത്. ഇതിങ്ങനെ കുറെ കാലങ്ങളായിട്ടുള്ള സംഭവം ഉണ്ടല്ലോ. അതിനുള്ള കോമ്പൻസേഷൻ കൊടുക്കാനൊക്കെ സർക്കാരുമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഓൾറെഡി റവന്യൂ മിനിസ്റ്ററും അതുപോലെ വനം വകുപ്പ് മിനിസ്റ്ററൊക്കെ ആയിട്ട് ഇപ്പോൾ സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ 14 ലക്ഷം രൂപയോളം നമ്മൾ സാധാരണയായിട്ട് കൊടുക്കുന്നതാണ്. അതിൽ 5 ലക്ഷം രൂപ നമ്മൾ സ്പോട്ടിൽ കൊടുക്കുകയും ചെയ്യും. അതുമാത്രമല്ല, ഈ പറയുന്ന റവന്യൂ വകുപ്പിൻ്റെയും അതുപോലെ വനം വകുപ്പിൻ്റെയും ഇനി ബാക്കിയുള്ള ഇതുപോലുള്ള ദുരന്തമില്ലാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ പോവുകയാണ്. വനം മന്ത്രിയുടെ ധിക്കാരപരമായിട്ടുള്ള പൊതുസമൂഹത്തെ ജനങ്ങളോട് വെല്ലുവിളിക്കുന്ന സമീപനം വനമന്ത്രി മാറ്റണം. അദ്ദേഹം എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഈ കേരളത്തോട് വെല്ലുവിളിയല്ലേ വനമന്ത്രി നടത്തുന്നത്. അതൊക്കെ അങ്ങനെ ഉണ്ടാകും. എന്നൊരു മാന്ത്രിക വടിയൊന്നുമില്ല. എല്ലാവരും മാന്ത്രിക വടി ഉണ്ടായിട്ടാണോ ഈ വന്യമൃഗത്തെ എത്രയേക്കാൾ പ്രതികരിച്ചിട്ടുള്ളത്? അപ്പോൾ ധിക്കാരപരമായിട്ടുള്ള സമീപനവും മറുപടിയും ഒക്കെയാണ് വനം മന്ത്രി ഈ കേരളത്തിലെ ജനങ്ങളോട് വെല്ലുവിളി നടത്തുന്നത്. അത് ശരിയാണോ? അത്തരം നിലപാട് ഈ വനമന്ത്രി തിരുത്തണം. അങ്ങനെ ഒരിക്കലും പാടില്ല. എല്ലാവരും മാന്ത്രിക വടിയുണ്ടായിട്ടാണോ രാജ്യം ഭരിക്കുന്നത്, ഓരോരോ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? എന്താ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആ മന്ത്രിയെ തന്നെ ആരെ ഓടിച്ചല്ലോ അല്ലേ? മന്ത്രിക്ക് എന്ത് പറയാനുണ്ട്? അങ്ങനെയൊന്നും ഒരു ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു അധികാരത്തിലെത്തിയിട്ടുള്ള ഒരു മന്ത്രി വെല്ലുവിളിക്കാൻ വേണ്ടി പാടില്ല. ഫൈസൽ നെടുമ്പാല വിശദാംശങ്ങളുമായി. ഫൈസൽ, സബ് കളക്ടറുമായുള്ള ചർച്ച പൂർത്തിയായോ? എന്താണ് കുടുംബത്തിന്റെയും പ്രതിഷേധക്കാരുടെയും ഒടുവിലത്തെ നിലപാട്? രാജുവിന്റെ മൃതദേഹം ഇപ്പോഴും ആംബുലൻസിൽ തന്നെയാണോ? സൈഫു, ചർച്ച പൂർത്തിയായിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ചർച്ച പൂർത്തിയാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. എന്തൊക്കെയാണ് ചർച്ചയിൽ പറഞ്ഞത് എന്നുള്ളതും ആവശ്യപ്പെട്ട കാര്യവും തീരുമാന കാര്യം അതൊക്കെ തന്നെ അല്പസമയത്തിനകം തന്നെ പുറത്തു വരുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. സൈഫ് സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം, മൃതദേഹം ഇപ്പോഴും ആംബുലൻസിലാണോ എന്നുള്ളത്. അത് തന്നെയാണ്, ഇപ്പോഴും മൃതദേഹം ആംബുലൻസിൽ തന്നെയാണ് ഉള്ളത്. അത് മാറ്റാനുള്ള നടപടിയിലേക്ക് കടന്നിട്ടില്ല. ഒരുപക്ഷെ ചർച്ച പൂർത്തിയായി ഈ സമരക്കാർക്ക് കൃത്യമായിട്ടുള്ള ഉറപ്പ് കിട്ടിയാൽ മാത്രമേ ഇവിടെ നിന്ന് മാറ്റാൻ അനുവദിക്കൂ എന്നുള്ളത് തന്നെയാണ് നേരത്തെയും പറഞ്ഞിരുന്നത്. ഇപ്പോഴും അതേ നിലപാടിൽ തന്നെയാണ് ഉള്ളത്. മൃതദേഹം ഇപ്പോഴും മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആവശ്യമെന്ന് പറയുന്നത് നഷ്ടപരിഹാര തുകയുടെ ആദ്യ ഗഡു ഇന്ന് തന്നെ കൈമാറണം എന്നുള്ളതാണ്. നേരത്തെയൊക്കെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ ഇത് തന്നെയാണ് ചെയ്യാറ്. കാരണം മരണം നടന്ന ആദ്യ ദിവസം തന്നെ ഈ ആദ്യ ഗഡുവായി 5 ലക്ഷം രൂപ കൈമാറും. ബാക്കിയുള്ള തുക സംസ്കാരം കഴിഞ്ഞതിന് ശേഷം നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയാൽ ബാക്കിയുള്ള തുക കൂടി കൈമാറും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. 14 ലക്ഷം രൂപയാണ് കുടുംബത്തിന് കൈമാറുക. കഴിഞ്ഞ ആഴ്ച കാട്ടാന ആക്രമണത്തിൽ മരിച്ച ജെസ്സിയുടെ കുടുംബത്തിനും 14 ലക്ഷം രൂപയായിരുന്നു സർക്കാർ കൈമാറിയിരുന്നത്. നമ്മൾ ഈ നിരന്തരം കാട്ടാനയുടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ വന്യജീവി ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുമ്പോൾ തുടർച്ചയായി എന്താണ് ഉദ്യോഗസ്ഥരും അധികൃതരും ജനപ്രതിനിധികളും പറയുന്നത്, അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. പിന്നീടും ഇത് പറയേണ്ടി വരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഓരോ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രതിരോധ നടപടികൾ എടുക്കുമെന്ന് പറയുന്നു. ആദ്യത്തെ 1-2 ദിവസം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളിലേക്ക് കടക്കുന്നു. പിന്നീട് അടുത്ത അപകടം വരാൻ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്
വയനാട്ടിൽ മാത്രം കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 2 പേരാണ്, കേരളത്തിൽ 4 പേർ ഇതിനോടകം തന്നെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഇപ്പോഴും കാണാൻ ഭരണകൂടത്തിനാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. ഇനിയും എത്ര ജീവനുകൾ പൊലിയേണ്ടി വരും? ശാശ്വതമായിക്കൊണ്ട് ഈ ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നതും ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്നതും പരിഹരിക്കാൻ എത്ര നാൾ ഇനിയും കാത്തിരിക്കണം എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. സൈഫു.